अस्सलाम वालेकुम। ഇനി നമ്മൾ അടുത്ത ഭാഗം എടുക്കാൻ പോവാം. रमन को म्यूसिकी से भी गहरी दिलचस्पी थी. രമൻ കോ അതായത് സർ സി വി രമന് മ്യൂസിക്കി സേ ബി സംഗീതത്തോടും ഗഹരി ദിൽചസ്പി തീ അഗാധമായ താല്പര്യമുണ്ടായിരുന്നു. ദിൽചസ്പി എന്ന് പറഞ്ഞാൽ താല്പര്യം. മുഖ്തലിഫ് കിസ്മ കെ പലതരത്തിലുള്ള സാസോക്കോ സംഗീത വാദ്യോപകരണങ്ങളെ സുന്നേക്ക കേൾക്കുന്നതിന് ഉനെ അദ്ദേഹത്തിന് ബഹുത് ഷൗക്ക് ത ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. സാസ് എന്ന് പറഞ്ഞാൽ വീണ, വാദ്യോപകരണം അങ്ങനെയൊക്കെ പറയട്ടോ. മ്യൂസിക്കിക്ക് ഇസി ഷൗക്കിനെ മ്യൂസിക്കിയുടെ അതായത് സംഗീതത്തിൻ്റെ ഇതേ താല്പര്യം ആവാസ് കി ലഹ്റോ കി തറഫ് ശബ്ദത്തിൻ്റെ ലഹ്റോ കി തറഫ് തരംഗം അലകൾ എന്നൊക്കെ പറയും നമ്മൾ. ലഹ്റോ കി തറഫ് തരംഗങ്ങളുടെ ഭാഗത്ത് അതായത് അതിൻ്റെ അലകളുടെ ഭാഗത്തേക്ക് ഉനെ അദ്ദേഹം മുത്തവജ്ജഹി അദ്ദേഹം മുന്നിട്ടു. അതായത് സംഗീതത്തിനോട് ഇത്രക്കും താല്പര്യം ഉണ്ടായത് മൂലം അദ്ദേഹത്തിന് സംഗീതത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങളുണ്ടല്ലോ അതിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തെ വളരെ നേരിടിച്ചു എന്നർത്ഥം. ആകെ ചൽക്കർ പിന്നീട് അങ്ങോട്ട് ഉന്നോനെ അദ്ദേഹം ആവാസെ മുത്താലിക് ശബ്ദത്തോട് ബന്ധപ്പെട്ട് ബഹുത്സെ ഒരുപാട് തജ്രിബേക്കിയെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അതായത് ഒരുപാട് കണ്ടുപിടുത്തം തജ്രിബാക്കിയ എന്ന് പറഞ്ഞാൽ എന്നാൽ പരീക്ഷണം നടത്തി എന്നർത്ഥം. തജ്രിബാക്കിയ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക. രമൻ കാ ദിൽ അതായത് രാമൻ്റെ ആ ഹൃദയം ബച്പൻ സേഹി കുട്ടിക്കാലം തൊട്ട് തന്നെ റംഗ് ഓർ റോഷ്നി കി തറഫ് നിറത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഭാഗത്തേക്ക് കീഞ്ചിത്താത്ത ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. കീഞ്ചിനാറിനെ വലിക്കുക അതായത് ഇവിടെ അർത്ഥം കീഞ്ചിത്താത്താറിനെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. റംഗ് ബി റംഗ് ഫൂലോ അതായത് വർണ്ണാഭമായ നിറങ്ങളുള്ള പുഷ്പങ്ങളും തിത്തിലിയും ശലഭങ്ങളും പൂമ്പാറ്റകളും ഓർ പത്രോൻ അതായത് ചെറിയ ചെറിയ നിറങ്ങളുള്ള കല്ലുകളൊക്കെ ജമാ കർണ ഒരുമിച്ച് കൂട്ടൽ ഉനെ അദ്ദേഹത്തിന് ബഹുത് പസന്ത് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഉനോനെ അദ്ദേഹം ഉൻപർ അങ്ങനത്തെ കാര്യങ്ങൾ തജ്രിബാത് ബീക്കിയെ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളും നടത്തിയിരുന്നു എന്നർത്ഥം. 28 ഫെബ്രുവരി അതായത് 28 ഫെബ്രുവരി 28 1928 കോ അതായത് 1928 ഉനോനെ അദ്ദേഹം അപ്നെ തജ്രിബോ കി മദദ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ സഹായത്താൽ സാബിത് കർ ദിയ ഇത് സ്ഥിരപ്പെടുത്തി. കെ എന്തെന്നാൽ റോഷ്നി കി കിരണൻ അതായത് പ്രകാശ കിരണങ്ങൾ ലഹ്റോസെ തരംഗങ്ങൾ കൊണ്ട് നഹി അല്ല ദറാദ്സെ ധാതുലവണങ്ങൾ കൊണ്ടാണ് ബനി ഹോത്തി ഹെ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി കണ്ടെടുത്തി. സയൻസ് കി ദുനിയാമേ അതായത് ശാസ്ത്രലോകത്തിൽ ഈ ഒരു കണ്ടുപിടുത്തം ഏക് ബഡി കോച്ച്ത്തെ ഒരു വലിയ കണ്ടെത്തലായിരുന്നു. രമൻ കി ഇസ് അസീം അതായത് രാമൻ്റെ ഈ വലിയ കാമിയാബി പർ വിജയത്തിൻ്റെ മേൽ 1929 1929 ഹുക്കൂമത്തെ ബർത്താനിയ അതായത് ബ്രിട്ടൻ ഭരണകൂടം ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിന് സർ കാ ഖിതാബ് ദിയ സർ എന്നുള്ള ഒരു നാമധേയം നൽകി. പേര് നൽകുക എന്നാണ് അർത്ഥം. സ്ഥാനപ്പേര് നൽകുക ഖിതാബ് ദേന. 1930 1930 ദുനിയാക്കെ സബ്സെ ബഡെ ദുനിയാവിൽ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ നോബൽ ഇനാം അതായത് നോബൽ സമ്മാനം കൊണ്ട് നവാസ് ഗയ അതായത് അദ്ദേഹത്തിന് നൽകിയെന്നർത്ഥം. ബച്ചോ കുട്ടികളെ തുമേ നിങ്ങൾക്ക് സുൻകർ ഇത് കേട്ടിട്ട് തഅജ്ജുബ് ഹോക അത്ഭുതമാകും. കെ എന്തെന്നാൽ ഉന്നെ അദ്ദേഹം കാമിയാബി ഈ കണ്ട വിജയങ്ങളൊക്കെ സിർഫ് 300 രൂപയ്ക്ക് അതായത് 300 രൂപയുടെ ആലാസെ ഉപകരണങ്ങൾ കൊണ്ടാണ് തജ്രിബാക്കർക്ക് കണ്ടെത്തിയിട്ട് അതായത് പരീക്ഷണം നടത്തിയിട്ട് ഹാസിൽ കി കരസ്ഥമാക്കിയത്. അതാണ് വലിയൊരു അത്ഭുതം. ഇന്ത്യയിൽ സയൻസ് കെ ഫുറൂഖേലിയെ അതായത് ശാസ്ത്രത്തിൻ്റെ ശാഖകൾക്ക് വേണ്ടി ഉനോനെ അദ്ദേഹം തൻ്റെ സാരി പൂഞ്ചീസെ തൻ്റെ എല്ലാ സമ്പത്തിൽ നിന്നും തജ്രിബാഗ ഒരു പരീക്ഷണശാല കായും കി സ്ഥാപിച്ചു. ജിസ്നെ ഏതാണോ ആ പരീക്ഷണശാല ആകെ ചൽക്കർ പിന്നീട് അങ്ങോട്ട് രമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാ നാം പായ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കിട്ടി. അങ്ങനത്തെ ഒരു കായും തജ്രിബാഗ അദ്ദേഹം എന്താക്കി നടപ്പിൽ വരുത്തി നിലവിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുക. എല്ലാവരും ശരിക്കും പോലെ അർത്ഥം വെച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.